മനുഷ്യജീവിതം എത്രമാത്രം കാപട്യവും പൊള്ളത്തരവും ആത്മപ്രശംസയും നിറഞ്ഞതാണെന്ന് ഒരിക്കൽ കൂടി നമ്മെ ഓർപ്പിക്കുന്ന ഒരു തിരുവെഴുത്തിൽ നിന്നാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. മീഖാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 6 മുതൽ ഉള്ള വേദഭാഗങ്ങൾ. ഈ വാക്യങ്ങൾ നാം ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും, ദൈവത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, പ്രസാദിപ്പിക്കാൻ വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറായിട്ടാണ് ആളുകൾ നിൽക്കുന്നത് എന്ന്. ശരിക്കും ഒരു കാപട്യമാണ്. മനുഷ്യൻ്റെ സ്വഭാവമെന്ന് പറയുന്നത് ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും ദൈവം പറയാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ആകുന്നു എന്നുള്ളത് തന്നെയാണ്. അറപ്പും വെറുപ്പും ഉള്ള ദൈവത്തിന് അറപ്പും വെറുപ്പുമുള്ള കാര്യങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മനുഷ്യനെ കാണുമ്പോൾ ദൈവത്തിന് എത്രമാത്രം ദുഃഖമാണ് ഉണ്ടാവുക. വർജിക്കണം, ഉപേക്ഷിക്കണം, പാടില്ല എന്നൊക്കെ ദൈവം ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളും വേണമെന്നുള്ള മോഹത്തോടുകൂടി ഉപവസിച്ച് പ്രാർത്ഥിച്ച് നേടിയെടുക്കുവാൻ തൻ്റെ അടുക്കിലേക്ക് മനുഷ്യൻ വരുമ്പോൾ ആ മനുഷ്യനോട് ദൈവത്തിന് എന്തുമാത്രം ദുഃഖമായിരിക്കും ഉണ്ടാവുക. മീഖാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ജനം ചോദിക്കുകയാണ്, ഞങ്ങൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് കൊണ്ടുവരേണ്ടത്? 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാക്കളോടുകൂടെ ദൈവസന്നിധിയിൽ വരണമോ? 1000 ആട്ടുകൊറ്റനിലും 10,000 തൈലനദിയിലും ആണോ ദൈവം പ്രസാദിക്കുന്നത്? എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിന് വേണ്ടി എൻ്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? ഈ ചോദ്യമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ഇവരൊക്കെ ഇതൊക്കെ കൊടുക്കാൻ 100 മനസ്സുള്ളവരായി ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുന്നവരാണെന്നുള്ളത്. അത് വെറും ആത്മീക പൊങ്ങച്ചം പറച്ചിൽ മാത്രമാണ്. അത് അവരുടെ ഹൃദയത്തിൻ്റെ കാപട്യത്തെ കാണിക്കുന്നതാണ്. ഇന്ന് പലരും അങ്ങനെയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് അവർക്കൊരിക്കലും ചെയ്യാൻ ഹൃദയത്തിൽ ആഗ്രഹമില്ലാത്ത കാര്യങ്ങൾ പോലും ചെയ്യുവാൻ അവരൊരുക്കമാണെന്നുള്ള നിലയിൽ ദൈവത്തെ പറഞ്ഞങ്ങ് ധരിപ്പിക്കുകയാണ്. ദൈവത്തിനറിയാം ഒരു മനുഷ്യനും അങ്ങനെ ചെയ്യുവാൻ കഴിവില്ല, സാധ്യമല്ല എന്നുള്ളത്. അതിലൊന്നും ദൈവം പ്രസാദിക്കുന്നില്ല എന്നുള്ളതും ദൈവത്തിൻ്റെ മനസ്സ് പഠിച്ചിട്ടുള്ളവർക്കറിയാം. ആത്മീക പൊങ്ങച്ചത്തിൻ്റെ ഭാഷ സംസാരിക്കുന്ന, എന്തും ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണെന്ന് വീമ്പളക്കുന്ന മനുഷ്യനോട് ദൈവം ചോദിക്കുന്ന, അല്ലെങ്കിൽ അവർ ചോദിച്ച ചോദ്യത്തിന് ദൈവം കൊടുക്കുന്ന ഉത്തരം നാം കേൾക്കുക. 8-ാമത്തെ വാക്യം, മനുഷ്യ, നല്ലത് എന്താണെന്ന് ദൈവം നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. എല്ലാ മനുഷ്യർക്കും ശരിയേത്, തെറ്റേത്, ഗുണമേത്, ദോഷമേത്, നന്മയേത്, തിന്മയേത്, സത്യമേത്, അസത്യമേത് എന്നുള്ളത് ദൈവം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഏത് വഴിയെ പോകണമെന്നുള്ളത് ദൈവം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർക്ക് അറിയാൻ പാടില്ലാത്ത കാര്യമല്ല. പിന്നെയും വന്ന് ചോദിക്കുന്നത് ദൈവത്തെ കളിപ്പിക്കുന്നതിനും വഞ്ചിക്കുന്നതിനും വേണ്ടി മാത്രമാണ്. അവരുടെ ഹൃദയത്തിൻ്റെ കാപട്യമാണത് കാണിക്കുന്നത്. ദൈവം പറഞ്ഞിരിക്കുന്നത്, ഞാനിതെല്ലാം നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, നിൻ്റെ ഹൃദയത്തിൽ ഞാനതെല്ലാം എഴുതിയിട്ടുണ്ട്. എങ്കിലും കരുണ സമ്പന്നനായ ദൈവം തൻ്റെ ജനത്തെ മാനസാന്തരത്തിലേക്ക് നടത്തണമെന്ന് ആഗ്രഹിച്ച് അവരോട് ദീർഘക്ഷമ കാണിക്കുന്ന മഹാദൈവം പറഞ്ഞിരിക്കുന്നത്, ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിൻ്റെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു ദൈവം നിന്നോട് ചോദിക്കുന്നത്? നമുക്കെന്താ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? ദൈവം തൻ്റെ അടുക്കൽ വരുന്ന ഏത് മനുഷ്യൻ്റെയും ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം, അനുതാപമുള്ള, മാനസാന്തരമുള്ള, തകർന്ന ഒരു ഹൃദയവുമായിട്ട് ദൈവത്തിൻ്റെ മുമ്പാകെ വരണം എന്നുള്ളതാണ്. നമ്മൾ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികളുടെ കണക്കൊന്നും ദൈവത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയും എന്ന് നാം വിചാരിക്കരുത്. ഞാനത് ചെയ്തു, ഞാനിത് ചെയ്തു, ഞാൻ ഇന്നത് പ്രവർത്തിച്ചു എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയുവാൻ നാം ആരും തുനിയരുത്. കാരണം നമ്മുടെ എല്ലാ പ്രവൃത്തികളും കറപുരണ്ട തുണി പോലെ മാത്രമാണ്.
നാം ചെയ്യുന്ന ഏറ്റവും നല്ല പ്രവൃത്തികളിൽ പോലും പാപം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ എന്തേ കഴിയാതെ പോകുന്നു. അതുകൊണ്ട് ദൈവം പറയുന്നു, നിൻ്റെ പ്രവൃത്തികൾ നീ ഇത് ചെയ്തു, ഇത് ചെയ്യാം, അത് ചെയ്യാം എന്നുള്ള ആ പറച്ചിൽ അവസാനിപ്പിച്ചിട്ട് താഴ്മയുള്ളവനായി, നുറുക്കമുള്ളവനായി, നീതി ഇഷ്ടപ്പെടുന്നവനായി, ദയാതൽപരനായി എൻ്റെ അടുക്കൽ വരണം എന്നുള്ളതല്ലാതെ മറ്റൊന്നും ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നില്ല. രൂപാന്തരപ്പെട്ട ഒരു ഹൃദയം, പരിശുദ്ധാത്മാവിനാൽ നവീകരിക്കപ്പെട്ട ഒരു ഹൃദയം, ദൈവവചനത്താൽ മുറിവേറ്റ ഒരു ഹൃദയം, ആ ഹൃദയത്തോട് വേണം ദൈവത്തിൻ്റെ സന്നിധി വരുവാൻ. അല്ലാത്ത ഒന്നിലും ദൈവത്തിന് പ്രസാദമില്ല. നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ശ്രേഷ്ഠതകളോ നമ്മുടെ മിടുക്കോ കഴിവോ പ്രാഗൽഭ്യമോ ഒന്നും കാണിക്കുവാനുള്ള ഒരു വേദിയല്ല ദൈവത്തിൻ്റെ സന്നിധി. നാം നമ്മെ തന്നെ താഴ്ത്തി ദൈവമുഖം അന്വേഷിക്കുമെങ്കിൽ ദൈവം നമുക്ക് സമീപസ്ഥനായിരിക്കും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എല്ലാം ദൈവം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, എല്ലാം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ മനസ്സാക്ഷിയിൽ അത് നമുക്കെല്ലാം ബോധ്യമാണ്. അതുകൊണ്ട് ദൈവം പറയുന്നത് കേൾക്കുവാനും അനുസരിപ്പാനും നമ്മെ സമർപ്പിക്കാം. പരിശുദ്ധ പിതാവേ, ഈ അന്ത്യകാലത്ത് അനേകർ മത്സരികളായിട്ട് മാറുമ്പോൾ, വചനത്തോട് മത്സരിക്കുമ്പോൾ, വചനത്തിന് മുമ്പിൽ വിറയ്ക്കുന്നവരായി, സമർപ്പിച്ച് രൂപാന്തരപ്പെട്ട ഹൃദയവുമായി ജീവിക്കുന്നവരായി ഞങ്ങൾ ഓരോരുത്തരും മാറുവാൻ ദൈവം കൃപ ചെയ്യണം. ആർക്കും വചനം ശിക്ഷയ്ക്ക് കാരണമായി തീരാതിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ.